ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ടു ആർൺ. നമ്മളെല്ലാവർക്കും ഒരു നേഴ്സിനെ പരിചയം ഉണ്ടാകും. അത് ചിലപ്പോൾ നമ്മുടെ ബന്ധത്തിലുള്ളതായിരിക്കാം, അല്ല നമ്മുടെ പരിചയത്തിലുള്ളതായിരിക്കാം, അല്ല നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ളതായിരിക്കാം. നേഴ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യലൈസേഷൻ ഇന്ന് വളരെ കോമൺ ആയി കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഒരു നേഴ്സിനെ വ്യക്തിപരമായിട്ട് പേഴ്സണലി അറിയാവുന്ന തലത്തിലേക്ക് നേഴ്സിംഗ് ഇന്ന് പോപ്പുലർ ആയി കഴിഞ്ഞു. അതിനനുസരിച്ച് തന്നെ നേഴ്സിംഗ് പഠിപ്പിക്കുന്ന കോളേജുകളും കേരളത്തിൽ തന്നെ ഏകദേശം 170ഓളം കോളേജുകളിൽ ഇന്ന് BSc നഴ്സിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അതോ അത്രത്തോളം തന്നെ GNM കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്കൂൾസും നഴ്സിംഗ് സ്കൂൾസും ഇന്ന് കേരളത്തിലുണ്ട്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇതിൻ്റെ എണ്ണം 500-ന് മേലെയാണ്. കർണാടകത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് 800-ലേറെ നഴ്സിംഗ് കോളേജുകളാണ് ഈ നഴ്സിംഗ് എഡ്യൂക്കേഷൻ BSc നഴ്സിംഗ് പഠിപ്പിക്കുന്നത് കർണാടക സ്റ്റേറ്റിലുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ഏകദേശം 170ഓളം കോളേജുകളിലായിട്ട് ഏകദേശം 10,000-ഓളം സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാൽ തന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു അപ്ലൈ ചെയ്തവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഏകദേശം 1,05,000-ലേറെ കുട്ടികളെ LBS മുഖേനയും PNC MAC മുഖേനയും പ്രൈവറ്റ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ മുഖേനയും CPAS മുഖേനയും എല്ലാം പല രീതിയിൽ അപ്ലൈ ചെയ്തവർ ഏകദേശം 1,05,000 കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സീറ്റിനായിട്ട് ഏകദേശം 10 കുട്ടികൾ എന്നുള്ള രീതിയിൽ കേരളത്തിൽ തന്നെ അപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷവും ഇതേ രീതിയിൽ തന്നെ ടൈറ്റ് ആൻഡ് ടഫ് കോമ്പറ്റീഷൻ ഈ ഒരു മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു റഫ് കാൽക്കുലേഷൻ എടുത്താൽ പോലും മിനിമം ഇന്ത്യയിൽ നിന്ന് 1,00,000 നേഴ്സസ് എങ്കിലും ഒരു വർഷം പഠിച്ചിറങ്ങുന്നുണ്ട്. ഇത്രയേറെ നേഴ്സസ് പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വിദേശത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു. പക്ഷേ ഈ പഠിച്ചിറങ്ങുന്ന നേഴ്സസിനൊക്കെ പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ടോ? അവരൊക്കെ വിദേശത്തേക്ക് പോകുന്നുണ്ടോ? അല്ല അവർക്ക് സ്വദേശത്തുള്ള ജോലിയുണ്ടോ? അതെല്ലാം നേഴ്സിംഗ് ഈ വർഷം 2026 വർഷത്തിൽ പഠിക്കാനായിട്ട് പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചോദ്യമായിരിക്കും, എനിക്ക് നേഴ്സിംഗ് ചേരുമോ? ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ പോയാൽ എനിക്ക് കരിയറിൽ സക്സസ്ഫുൾ ആകാനായിട്ട് പറ്റുമോ? വിദേശത്ത് പോയാൽ ഒരു നല്ല ജോലി കിട്ടുമോ? ആൺകുട്ടികളുടെ സംശയമായിരിക്കും, ആൺകുട്ടികൾക്ക് പറ്റിയ ഒരു കോഴ്സാണോ നേഴ്സിംഗ്? ഏത് എൻട്രൻസ് എക്സാം മുഖേനയാണ് ഇപ്പൊ നേഴ്സിംഗിലേക്ക് കടക്കുന്നത്? നീറ്റ് ആവശ്യമാണോ നേഴ്സിംഗ് അഡ്മിഷന് വേണ്ടി? അല്ലെങ്കിൽ മറ്റെന്തൊക്കെ മെത്തേഡ്സിലൂടെയാണ് നേഴ്സിംഗ് ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടുന്നത്? എനിക്ക് മാർക്ക് കുറവാണ്, എനിക്ക് എങ്ങനെ നേഴ്സിംഗിന് അഡ്മിഷൻ മേടിക്കാം? ഞാൻ +2-ന് സയൻസ് അല്ല പഠിച്ചത്, ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ആണ് പഠിച്ചത്, എനിക്ക് എങ്ങനെ ഒരു നഴ്സിംഗ് കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും? ഇതെല്ലാം ഒരുപാട് പേരുടെ സംശയങ്ങളാണ്. BSc നഴ്സിംഗ് എന്നത് ഒരു 4 വർഷ പ്രോഗ്രാമാണ്, 4 വർഷ ഡിഗ്രി പ്രോഗ്രാമാണ്. ഇപ്പം നമ്മുടെ പുതിയ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഗൈഡ് ലൈൻസ് പ്രകാരം ഈ 4 വർഷങ്ങളെ 8 ഡിവൈഡ് ചെയ്ത് 8 സെമസ്റ്റേഴ്സ് ആയിട്ടാണ് നഴ്സിംഗ് പ്രോഗ്രാം ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. നമ്മുടെ കുഹാസിലും RGHSലും എല്ലാം ഈ ഒരു സെമസ്റ്റർ സിസ്റ്റം ഇംപ്ലിമെന്റ് ആയി. അത് ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ട് മുന്നോട്ട് ഈ ഒരു സിസ്റ്റത്തിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. BSc നഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് 2026-ലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങൾ, UK അല്ലെങ്കിൽ കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ US തുടങ്ങിയ മേജർ ടോപ്പ് ടിയർ കൺട്രീസിലേക്കുള്ള ഒരു മൈഗ്രേഷൻ, നഴ്സസിന്റെ മൈഗ്രേഷൻ അല്ലെങ്കിൽ ജോലി തേടിയുള്ള പ്ലേസ്മെന്റ്സ് ഇന്ത്യയിൽ നിന്ന് വളരെ കുറഞ്ഞു വരുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് നഴ്സസിനെ ഹയർ ചെയ്യുന്നില്ല. കാരണം അവിടെ ജോബ് വിസയുടെ ഇഷ്യൂസ് ഉണ്ട്. കാനഡയിലാണെങ്കിൽ തന്നെ ഇപ്പം ഒരു PR ബേസ്ഡ് ആയിട്ട് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് പോകണമെന്നുണ്ടെങ്കിൽ മിനിമം നാട്ടിൽ നിന്ന് ഒരു 5 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് നോർമലി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. ഓസ്ട്രേലിയയിലാണെങ്കിൽ തന്നെ ഇപ്പോൾ NCLEX പാസ്സായി. ഇപ്പം കാനഡയ്ക്കും ആവശ്യമാണ്, പക്ഷെ ഓസ്ട്രേലിയക്കും NCLEX ആവശ്യമാണ്. പക്ഷെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന സമയത്ത് NCLEXനോടൊപ്പം നമ്മൾ അവിടെ ചെന്ന് OSCE കൂടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്വേ കംപ്ലീറ്റ് ചെയ്ത് അവിടുത്തെ എംപ്ലോയീസിനെ കൺവിൻസ് ചെയ്തൊരു ജോലിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് പാടായി വരികയാണ്. പക്ഷേ ഈ ജോലിയുടെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ഈ എൻലെസ് ഓപ്പർച്യൂണിറ്റീസ്, എന്ന് മനുഷ്യൻ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ അപ്പോൾ അത്ര കാലത്തോളം ഒരു നേഴ്സിന് ജോലി സാധ്യതയുണ്ട്. എത്ര നേഴ്സസ് പഠിച്ചിറങ്ങിയാലും അവർക്ക് ജോലി സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് AI മനുഷ്യനെ റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളത്. AIക്ക് മനുഷ്യനെ പല കാര്യങ്ങളും റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ടെക്കി ആണെങ്കിൽ അയാളുടെ കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു AIക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഡിസൈനർ ആണെങ്കിൽ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഭാവിയിൽ AIക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരിക്കലും ഒരു നഴ്സിംഗ് പ്രൊഫഷണലിനെ AIക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കൈകൾ ആവശ്യമുള്ള ഒരു പ്രൊഫഷനാണ്. ആ വ്യക്തിയുടെ ഇന്റലിജൻസ് ആവശ്യമുള്ള ഒരു പ്രൊഫഷനാണ്. ബെഡ് സൈഡിൽ ഒരു മനുഷ്യന് കൃത്യമായിട്ട് മരുന്നെടുത്ത് കൊടുക്കാനും ആ വ്യക്തിക്ക് വേണ്ട പരിചരണം, അയാൾക്ക് വേണ്ട കമ്പാഷനും എംപത്തിയും പ്രൊവൈഡ് ചെയ്യാൻ മെഷീൻസിന് സാധിക്കില്ല. അതൊരു മനുഷ്യനെ കൊണ്ട് മാത്രമാണ് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് കരിയറിനും പ്രൊഫഷനും എൻലെസ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. ഞാനിതിൽ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്, എംപതി, കമ്പാഷൻ. ആ ഒരു പോയിന്റാണ് നഴ്സിംഗ് പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു വ്യക്തി തിരിച്ചറിയേണ്ടതും അയാളിൽ അത് ഉണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതും.
ഒരു ബയോളജി സബ്ജക്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം പ്രത്യേകിച്ച് നഴ്സിംഗ് പഠിക്കാനായിട്ട് പോകുമ്പോൾ. കാരണം നഴ്സിംഗിന്റെ കോർ സബ്ജക്ട്സ് എന്ന് പറയുന്നതെല്ലാം അനാട്ടമി, ഫിസിയോളജി, അല്ലെങ്കിൽ മൈക്രോബയോളജി, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, ഈ പറഞ്ഞതെല്ലാം തന്നെ ഒരു ബയോളജി ബേസ്ഡ് ആയിട്ടാണ് ബിൽഡ് ചെയ്യപ്പെട്ടു പോകുന്നത്. ബയോളജി പ്യുവർ ബയോളജി എന്നല്ല, അതിന്റെ ഫ്രെയിം വർക്കിൽ നിന്നാണ് ഈ സബ്ജക്ട്സ് എല്ലാം ഉരുത്തിരിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബോഡിയെ മനസ്സിലാക്കുവാനും അതിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇപ്പോൾ ഫാർമക്കോളജി ആണെങ്കിൽ തന്നെ മരുന്ന് ശരീരത്തിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഫാർമക്കോളജിയിൽ പഠിക്കുന്നത്. അത് ഒരു ബേസിക് സബ്ജക്റ്റ് ആണ്, നഴ്സിംഗ് പഠിക്കേണ്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സബ്ജക്റ്റ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് ഹ്യൂമൻ ബോഡീസിനോട് അല്ലെങ്കിൽ ഒരു ബയോളജി സബ്ജക്റ്റിനോടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കണം. 2, ഈ പറഞ്ഞ പോലെ ഒരു എംപതി ആൻഡ് കമ്പാഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഒരു രോഗിയെ പരിചരിക്കുന്ന സമയത്ത് ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത് തന്നെ പരിചരിക്കാനായിട്ട് എത്തുന്ന വ്യക്തിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാകണമെന്നാണ്. അത് വെച്ചു പിടിപ്പിച്ച പുഞ്ചിരിയല്ല, അയാൾക്ക് മുഖത്ത്, ആ രോഗിയുടെ മുഖത്ത് പുഞ്ചിരി നൽകുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷവും പരിചരണവുമാണ് അയാൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു കെയർ ആൻഡ് കമ്പാഷൻ നിങ്ങളിൽ ഉണ്ടോ? നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് അടുത്തതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്, നഴ്സിംഗ് സബ്ജക്ട് അല്ലെങ്കിൽ ഈ 4 വർഷത്തെ ഈ ഒരു പഠിത്തം എന്ന് പറയുന്നത് പ്യുവർലി തിയറി ബേസ്ഡ് അല്ല, പക്ഷെ തിയറി ബേസ്ഡ് കൂടെയാണ്. ഈ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് സബ്ജക്ട്സ് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുമെങ്കിൽ മാത്രമാണ് നമുക്ക് നഴ്സിംഗ് പരീക്ഷകൾ പാസ്സാകാനായിട്ട് സാധിക്കുക. കുഹാസിലും RGHSലും ഒന്നും അത്ര ഈസി ആയിട്ടല്ല പാസ് പെർസെൻറ്റേജ് നടക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാനും നന്നായിട്ട് പഠിക്കാനും ഒരു സബ്ജക്റ്റ് അത് ഉൾക്കൊണ്ട് കൃത്യമായിട്ട് അത് പേപ്പറിൽ എഴുതാനായിട്ട് കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഈ നഴ്സിംഗ് സബ്ജക്റ്റ് പഠിച്ച് ഫലിപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ. പക്ഷേ തിയറി സബ്ജക്റ്റ് മാത്രമാണോ നഴ്സിംഗിന്റെ കോർ? അല്ല. നഴ്സിംഗിന്റെ കോർ എന്ന് പറയുന്ന ക്ലിനിക്കൽ പ്രാക്ടീസ് കൂടിയാണ്. ഈ ക്ലിനിക്കൽ പ്രാക്ടീസിലും ക്ലിനിക്കൽ പോസ്റ്റിങ്ങിലും നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് കൂടെ സാധിക്കണം. പല കുട്ടികളിലും ഇന്ന് കണ്ടുവരുന്ന ഒരു വലിയ പ്രവണതയാണ് നഴ്സിംഗ് പഠിക്കുന്നത് വിദേശത്തേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ വിദേശത്ത് ഒരു ജോലിക്ക് വേണ്ടി എന്നുള്ള രീതിയിലാണ്. പക്ഷേ വിദേശത്ത് പോയാലും സ്വദേശത്താണെങ്കിലും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകണമെങ്കിൽ ആ ഒരു കരിയറിൽ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിനിക്കലി എക്സൽ ചെയ്യാനായിട്ട് സാധിക്കണം. ആ ഒരു വ്യക്തിക്ക് ആവശ്യമായ ക്ലിനിക്കൽ സപ്പോർട്ട്, ആ വ്യക്തിക്ക് ആവശ്യമായ പരിചരണം, ആ വ്യക്തിക്ക് ആവശ്യമായ ഡോക്യുമെന്റേഷൻ, നമ്മൾ പരിചരണം കൊടുക്കുക മാത്രമല്ല അത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യാനായിട്ട് കൂടെ നിങ്ങൾക്ക് സാധിക്കണം. ആ ഒരു വ്യക്തിയുടെ അസുഖം മനസ്സിലാക്കി ആ ഒരു നഴ്സിംഗ് ഡയഗ്നോസിസ് എന്താണെന്നും ആ നഴ്സിംഗ് ഡയഗ്നോസിസ് ബേസ് ചെയ്ത് ആ ഒരു വ്യക്തിക്ക് ആവശ്യമായ കെയർ പ്ലാൻ നിങ്ങൾ കൊടുക്കുക കൂടെ ചെയ്യാനായിട്ട് നമുക്ക് അത് നമ്മുടെ ഇന്റലിജൻസ് യൂസ് ചെയ്ത് ചെയ്യേണ്ടതാണ്. കൊടുക്കാൻ കൂടെ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രൊഫഷനിൽ നമുക്ക് സക്സീഡ് ആകാൻ പറ്റുന്നത്. നഴ്സിംഗിന്റെ സാലറി സ്കെയിലിലേക്ക് നമുക്ക് കിടക്കാം. നമ്മളൊരു ചെറിയ ഹോസ്പിറ്റലാണെന്നിരിക്കട്ടെ, ഒരു നോൺ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലാണ്. ആ ചെറിയ ഹോസ്പിറ്റലിൽ നോർമലി അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഇനീഷ്യൽ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ 20,000 അല്ലെങ്കിൽ 18,000 to 20,000 റേഞ്ചിലായിരിക്കും ഒരു രജിസ്റ്റേർഡ് നഴ്സിന് അവർ സാലറി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ സ്ട്രെസ് കുറവായിരിക്കും. പക്ഷേ സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആയിക്കൊള്ളട്ടെ, ഒരു ടീച്ചിങ് ഹോസ്പിറ്റൽ ആയിക്കൊള്ളട്ടെ, അങ്ങനത്തെ ഒരു സ്റ്റേജസിലേക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിലാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു 30,000-ലേറെ അല്ലെങ്കിൽ 30,000 to 35,000 റേഞ്ചിൽ ആ ആൾക്ക് സാലറി കിട്ടും. ഇപ്പൊ നമ്മുടെ ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ രാജഗിരി ഹോസ്പിറ്റൽ ആണെന്നിരിക്കട്ടെ, ആ വ്യക്തിക്ക് മിനിമം ഒരു പുതുതായിട്ട് ഫ്രഷറായ ഒരു രജിസ്റ്റേർഡ് നഴ്സിന് മിനിമം ഒരു 30,000 അടുത്ത് സാലറി ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക്, ഇപ്പൊ ഡൽഹിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ 30,000 എന്നുള്ളത് കൂടി വരും, ഒരു 50,000 റേഞ്ച് വരെയൊക്കെ കിട്ടാം. പക്ഷെ അവിടെ സ്ട്രെസ് കൂടുതലാണ്, അവിടെ ജോലി ഭാരം കൂടുതലാണ്. ഇനി ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് ഇരിക്കട്ടെ, ഇപ്പൊ നമ്മൾ ദുബായിലൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ സൗദി പോലുള്ള ബഹ്റിൻ പോലുള്ള ഗൾഫ് കൺട്രീസിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഒരു സാലറി റേഞ്ച് 1.25 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ ഒരു ഇന്ത്യൻ റുപ്പി ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു നഴ്സിന് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഈ രാജ്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, 1 വർഷമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഇവർ ഹയർ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെന്നിരിക്കട്ടെ, അല്ലെ ജർമ്മനി, ഇപ്പോൾ ഒരുപാട് വലിയൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ജർമ്മനിയിലേക്ക് പോകുന്ന നഴ്സസ്. ഇപ്പോൾ ജർമ്മനിയിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു കനേഡിയൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു നഴ്സിംഗ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്നിരിക്കട്ടെ. അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് അവർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ്, അവരുടെ ഒരു നല്ല ഇംഗ്ലീഷ് അല്ലെങ്കിൽ ആ ഒരു നേറ്റീവ് ലാംഗ്വേജ് സ്പീക്കിംഗ് സ്കിൽ ആവശ്യമാണ്. അത് അങ്ങനെയുള്ളവർക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ് ടു 4 lakhs to 5 lakhs സാലറി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സാലറിയിൽ അവരുടെ ടാക്സും മറ്റു കാര്യങ്ങളും ലിവിംഗ് എക്സ്പെൻസും ഉൾപ്പെടെയാണ് ഈ 4 to 5 lakhs വരുന്നത്. അത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് എന്നുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയേറെ അവസരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഒരുപാട് ചലഞ്ചസും നഴ്സസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ചലഞ്ചസ് ഫേസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ളവർ വേണം 2026 വർഷത്തിൽ നഴ്സിംഗ് എടുക്കാനായിട്ട്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് നഴ്സിംഗ് എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. നമ്മുടെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു LBSനെ പറ്റി. LBS മുഖേനയാണ് കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് കോളേജസിലേക്കും നഴ്സിംഗിന് അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ കേരളത്തിലെ 50% സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് കോളേജസിലെ സീറ്റ്സും LBS മുഖേനയാണ് ഫില്ല് ചെയ്യുന്നത്. ഈ LBS മുഖേന ഉള്ള പ്രൊസീജിയർ എങ്ങനെയാണ്, നഴ്സിംഗിന് അഡ്മിഷൻസ് എങ്ങനെയാണ്, LBSൽ എങ്ങനെ അലോട്ട്മെന്റ് നടക്കുന്നു, അതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് എങ്ങനെയാണ്, ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ് എങ്ങനെയാണ് തുടങ്ങിയവയെല്ലാം നമ്മൾ ഒരു വീഡിയോയിൽ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, അത് കൂടെ കാണാനായിട്ട് ശ്രദ്ധിക്കുക.
LBS മുഖേന അല്ലാതെ നമുക്ക് എങ്ങനെ LBS നോർമലി അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 94 അല്ലെങ്കിൽ 95% എബവ് മാർക്ക് ഉള്ളവർക്ക് മാത്രമാണ് LBS മുഖേന ജനറൽ കാറ്റഗറിയിൽ അഡ്മിഷൻ കിട്ടുക. ഇപ്പോൾ ജനറൽ കാറ്റഗറി അല്ല എന്നിരിക്കട്ടെ, ഇപ്പോൾ SC ST അല്ലെ OBC റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ അവർക്കൊരു 88% എങ്കിലും മിനിമം മാർക്ക് LBS ത്രൂ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റിൽ കിട്ടാനായിട്ട് ആവശ്യമാണ്. പക്ഷെ നമുക്ക് ഇച്ചിരി മാർക്ക് കുറവുണ്ട്, 85% ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ വില്ലിംഗ് ആണ് എങ്കിൽ ഫർദർ അലോട്ട്മെന്റ്സ്, കഴിഞ്ഞ വർഷമൊക്കെ 10 അലോട്ട്മെന്റുകൾ വരെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഫർദർ അലോട്ട്മെന്റ്സിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് ആ ഒരു റിസ്ക് എടുത്ത് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ സീറ്റ് ലഭിക്കാവുന്നതാണ്. അത് ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ. എത്ര പേര് റാങ്ക് ലിസ്റ്റിലുണ്ട്, എത്ര പേര് ഈ അലോട്ട്മെന്റിന് ശേഷവും മറ്റ് കോളേജസ് അല്ലെങ്കിൽ മറ്റ് കോഴ്സുകൾ എടുത്ത് പോകുന്നുണ്ട് തുടങ്ങിയതിനൊക്കെ അനുസരിച്ചിരിക്കും ഇത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഒരു 94 to 95% ആണ് LBSന് ആവശ്യം. പക്ഷെ മാർക്ക് കുറഞ്ഞവർ എന്ത് ചെയ്യും? മാർക്ക് ഇപ്പോൾ ഒരു 90% അല്ലെങ്കിൽ 88% അല്ലെങ്കിൽ ഒരു 85% എബവ് ആണെങ്കിൽ അവർക്ക് എങ്ങനെ കേരളത്തിൽ അഡ്മിഷൻ വാങ്ങിക്കാമെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് കാണാനായിട്ട് പോകുന്നത്. അതിന് കേരളത്തിൽ നഴ്സസ് അസോസിയേഷൻസ് ത്രൂ അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. നഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷൻസ് AMCS FNCK, അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനായ AMCS FNCK ത്രൂ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ പെടാത്ത മറ്റ് നഴ്സിംഗ് കോളേജുകളുടെ അസോസിയേഷനായ PNC MAC തുടങ്ങിയവയിലൂടെ ബാക്കി വരുന്ന LBS ത്രൂ അല്ലാതെ വരുന്ന ബാക്കി 50% സീറ്റിലേക്ക് അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത വീഡിയോ ഈ പ്രൈവറ്റ് നഴ്സസ് അസോസിയേഷൻ മുഖേന എങ്ങനെയാണ് നഴ്സിംഗിന് അലോട്ട്മെന്റുകൾ നടക്കുന്നത്, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അടങ്ങിയതാണ് നമ്മുടെ തൊട്ടടുത്ത വീഡിയോ. അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമുക്ക് ഈ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ പഠിക്കാനായിട്ട് താല്പര്യമുള്ള, നിങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെന്റ് കോളേജിൽ അല്ലാതെ കുറച്ചും കൂടെ വലിയ രീതിയിൽ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് നഴ്സിംഗ് പഠിക്കാനായിട്ട് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ എയിംസ് അല്ലെ ജിപ്മർ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് തുടങ്ങിയവയിലൂടെയൊക്കെയാണ് നിങ്ങൾ നഴ്സിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എയിംസിന് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആണ്, എയിംസിന് സെപ്പറേറ്റ് ഓൺലൈൻ എക്സാം ത്രൂ ആണ്. എല്ലാ എയിംസിലേക്കും ഒരു സിംഗിൾ എക്സാം ആണ്. ഇതിലൂടെയാണ് എയിംസിലേക്കുള്ള എൻട്രൻസ് നടക്കുന്നത് നഴ്സിംഗിന്റെ. ഇനി അത് കൂടാതെ നിങ്ങൾ ജിപ്മർ അല്ലെ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജാണ് നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീറ്റിന്റെ മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിലേക്ക് അല്ല ജിപ്മറിലേക്ക് എൻട്രൻസുകൾ നടക്കുക നഴ്സിംഗിന്. നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറവാണ്, നിങ്ങൾക്ക് 80 to 85% മാർക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നിരുന്നാലും കേരളത്തിൽ നഴ്സിംഗിൽ സീറ്റ് ആവശ്യമാണെങ്കിൽ അതിനൊരു കുറുക്ക് വഴിയുണ്ട്, അത് NRI സീറ്റാണ്. പക്ഷെ സീറ്റ് ഈ NRI സീറ്റ് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന് ഫീസ് കൂടുതലാണ്. നോർമലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇൻറ്റു ഒരു 1.5 ടൈംസ് ഫീസ് കൂടുതലാണ്. പക്ഷെ നിങ്ങൾക്ക് കേരളത്തിൽ പ്രൈവറ്റ് മേഖലയിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ദൂരത്തിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് സീറ്റ് സെക്യൂർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് നിങ്ങൾ NRI കോട്ട ത്രൂ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് കോളേജിൽ നിങ്ങൾ പോയി സംസാരിച്ച് അവിടുത്തെ മാനേജ്മെന്റുമായി അതിന്റെ പ്രൊസീജിയേഴ്സ് നിങ്ങൾ മനസ്സിലാക്കി അവരോട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ ആപ്ലിക്കേഷൻ മെത്തേഡ് ത്രൂ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ഐദർ PNC MAC ത്രൂ ആയിരിക്കും അല്ലെങ്കിൽ AMCS FNCK ത്രൂ ആയിരിക്കും. ഇത് എന്നിരുന്നാലും നിങ്ങൾ ആ ഒരു കോളേജിൽ പോയി അവിടുത്തെ റിക്വയർമെന്റ്സ് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു NRI സീറ്റിലൂടെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസിന്റെ ഫസ്റ്റ് കസിൻ എങ്കിലും ഒരു NRI ആയിരിക്കണം, ഒരു നോൺ റെസിഡന്റ് ഇന്ത്യൻ ആയിരിക്കണം. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റേഷൻ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിരിക്കണം. ഇപ്പോൾ കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്നിരിക്കട്ടെ, ഒരു 85% താഴെയാണ്, അല്ലെങ്കിൽ 88% താഴെയാണ് നിങ്ങളുടെ മാർക്ക് എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ബെസ്റ്റ് കോളേജസിൽ പഠിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിന് പുറത്ത് അവൈലബിൾ ആണ്. നമ്മൾ ഈ കണ്ട എയിംസോ ജിപ്മറോ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജോ ഒന്നും അല്ലാതെ തന്നെ ഒരുപാട് നല്ല നല്ല കോളേജസ് ഉണ്ട്. ഇപ്പം MS രാമയ്യ അല്ലെങ്കിൽ JSS അല്ലെ ഫാദർ മുള്ളേഴ്സ്, ബാപ്റ്റിസ്റ്റ് പോലത്തെ നല്ല നല്ല സെയിന്റ് മർത്താസ് പോലത്തെ നല്ല നല്ല കോളേജുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കാനായിട്ട് പറ്റും. ഇപ്പൊ കർണാടകയിൽ ഈ നല്ല കോളേജുകൾ അല്ലാതെ തമിഴ്നാട്ടിൽ നമുക്ക് MGR യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നല്ല കോളേജുകൾ അവൈലബിൾ ആണ്. ഇനി ആന്ധ്രാപ്രദേശിലേക്ക് പോയാൽ NTR യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നല്ല കോളേജുകൾ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഈ കോളേജുകൾ എങ്ങനെ ചൂസ് ചെയ്യുന്നു അനുസരിച്ചിരിക്കും നമ്മുടെ കരിയറും നമ്മുടെ നഴ്സിംഗ് എഡ്യൂക്കേഷനും പോകുന്നത്. ഒരു കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. ഒരു കോളേജ്, ഒരു നഴ്സിംഗ് കോളേജിന് പ്രൈമറി ആയിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് അംഗീകാരം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം നൽകുന്നത് ആ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ മുഖേനയാണ്. ഇപ്പോൾ ഡോക്ടേഴ്സിന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക്, ഒരു മെഡിക്കൽ കോളേജിന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം വേണം. ഇപ്പോൾ ഫാർമസി ഡിഗ്രി പഠിക്കുന്നവരുടെ കോളേജുകൾക്ക്, ഫാർമസി കോളേജുകൾക്ക് ഫാർമസി കൗൺസിലിന് അംഗീകാരം വേണം. ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് അവരുടെ RCAയുടെ അംഗീകാരം വേണം. ഇതുപോലെ തന്നെ നഴ്സിംഗ് കൗൺസിലിന്റെ, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് അംഗീകാരമുള്ള അവരുടെ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ ഇൻസ്പെക്ഷനും അംഗീകാരവും ഇൻസ്പെക്ഷൻ നടത്തി എല്ലാ വർഷവും അംഗീകാരം പുതുക്കിയിട്ടുള്ള കോളേജ് ആണോ എന്ന് ഉറപ്പുവരുത്തണം. അതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ആണ്. ഈ നമ്മൾ അതാത് സ്റ്റേറ്റിലെ, ഇപ്പോൾ കർണാടക ആണെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് ആണോ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് ആണോ, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലായിക്കോട്ടെ NTR യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് ആണോ, ഇതൊന്നും അല്ലാതിരിക്കട്ടെ. ഇതൊന്നും അല്ലാതെ തന്നെ ചില നല്ല കോളേജസ്
ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും. ഇപ്പൊ നിറ്റെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്, MS രാമയ്യ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ഈ ഡീംഡ് യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ തന്നെ അമൃതയുണ്ട്. അമൃത ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റീസിലെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അതിന് വാല്യൂ കൂടുതലാണ്. കാരണം ദാറ്റ് കോളേജ് ഇറ്റ്സെൽഫ് ഇസ് എ യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ അതിന് വാല്യൂ കൂടുതലാണ്. നമ്മൾ കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അഫിലിയേഷൻ, യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ. നല്ല യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആണെങ്കിൽ നല്ല രീതിയിൽ ആ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പല കോളേജുകൾക്കും ഇന്ന് അഫിലിയേഷൻ ഇല്ല. കഴിഞ്ഞ മുന്നത്തെ വർഷം കർണാടക സ്റ്റേറ്റ് അവരുടെ ഇവാലുവേഷൻ നടത്തി ഏകദേശം 72ഓളം നഴ്സിംഗ് കോളേജുകളുടെ അംഗീകാരം എടുത്തു കളഞ്ഞു എന്നൊരു വലിയ വാർത്തയായിരുന്നു. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു മാത്രമേ ഒരു നല്ല കോളേജ് സെലക്ട് ചെയ്യാവൂ. ഈ യൂണിവേഴ്സിറ്റി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് ഹോസ്പിറ്റലിലാണ് ഈ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരമുള്ള നിങ്ങളുടെ ഈ ഒരു കോഴ്സ് അവര് ക്ലിനിക്കൽ പോസ്റ്റിങ്ങിനായിട്ട് നിങ്ങളെ അയക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് നല്ലൊരു ഹോസ്പിറ്റൽ ഇല്ല എങ്കിൽ, നിങ്ങളുടെ കോളേജിനൊരു പേരന്റ് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ആ പേരന്റ് ഹോസ്പിറ്റൽ NABH അക്രഡിറ്റഡ് ആണോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്യുക. NABH അക്രഡിറ്റഡ് ആണെങ്കിൽ തന്നെ അത് ഒരു മിനിമം 300 ബെഡ് സ്ട്രെങ്ത് എങ്കിലും ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ അവിടെ ഒരു ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുകയുള്ളൂ. നല്ല ക്ലിനിക്കൽ എക്സ്പോഷർ ഉണ്ടെങ്കിൽ, നല്ല വെറൈറ്റി കേസസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, വൈഡ് റേഞ്ച് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ ക്ലിനിക്കലി എക്സൽ ചെയ്യാനായിട്ട് പറ്റുക. അല്ലാതെ ഒരു 100 ബെഡിൽ താഴെയുള്ളൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വർഷത്തിൽ 1 മാസമോ അല്ലെങ്കിൽ 2 ആഴ്ചയോ ഏതെങ്കിലും ഒരിടത്തേക്ക് പോസ്റ്റിംഗ് വിടുന്ന രീതിയിലാണ് നിങ്ങളുടെ ഹോസ്പിറ്റൽ അഫിലിയേഷൻ പ്രവർത്തിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിന്റെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഒരു കെണിയുണ്ട്. അത് ജസ്റ്റ് അഫിലിയേഷൻ പാർട്ടിന് മാത്രമായാണ് അവരിങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് എക്സ്പോഷർ അല്ല അവർക്ക് പ്രധാനം, അവർക്ക് പണമാണ് പ്രധാനം. പക്ഷെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഹോസ്പിറ്റൽ NABH അക്രഡിറ്റഡ് ആണോ എന്ന് നോക്കുക, നല്ല ബെഡ് സ്ട്രെങ്ത് ഉണ്ടോ എന്ന് നോക്കുക, വൈഡ് റേഞ്ച് ഓഫ് സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തുകൊള്ളുക. ആൺകുട്ടികൾക്ക് നഴ്സിംഗ് ചേരുവോ ഇല്ലയോ, ഇതാണ് അടുത്തൊരു ചോദ്യം. പൊതുവെ നഴ്സിംഗിന് പോകുന്നവരിൽ 95% നേഴ്സസ് ലേഡീസ് ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ തന്നെ ഇരിക്കട്ടെ, ബാക്കി 5% എപ്പോഴും മെയിൽസ് ആണ്. മെയിൽ നേഴ്സസിന് അതിൻ്റെതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെയുണ്ട്. മെയിൽ നേഴ്സസിന് തന്നെ ഒരു വേക്കൻസിയിലേക്ക് ചോദിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. നിങ്ങൾ ദുബായ് ബേസ്ഡ് റിക്രൂട്ട്മെന്റ്സ് ശ്രദ്ധിക്കുകയാണെന്നിരിക്കട്ടെ, ദുബായ് ബേസ്ഡ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് സെഗ്മെന്റിൽ ഇപ്പോൾ ആംബുലൻസ് നേഴ്സായിട്ട്, അല്ലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നേഴ്സായിട്ട്, അല്ലെ ക്രിട്ടിക്കൽ കെയർ നേഴ്സായിട്ട്, അല്ലെ ഓപ്പറേഷൻ തിയേറ്റർ നേഴ്സായിട്ടൊക്കെ പല വേക്കൻസികൾ വിളിക്കുമ്പോഴും അവിടെ മെയിൽസിന് ഒരു പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ പോയി ക്രിട്ടിക്കലായിട്ട് ആക്ട് ചെയ്യാനും, ആ ഒരു രോഗിയെ ആ ഒരു എമർജൻസി സ്ഥലത്ത് പിക്കപ്പ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് ഡ്രോപ്പ് ഓഫ് ചെയ്യാനായിട്ടും, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ നേഴ്സാണെന്നിരിക്കട്ടെ, ഇപ്പോൾ പല ഓയിൽ ഡ്രില്ലിംഗ് സൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ പല ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഉണ്ട്. ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത മെയിൽ നേഴ്സസിനാണ്. അവർ ആ പോസ്റ്റുകളിൽ പലപ്പോഴും സ്പെഷ്യലൈസ് ചെയ്യാറുമുണ്ട്. അതായത് വി ഡു റിക്വയർ എ മെയിൽ ഫോർ ദിസ് പൊസിഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൽ നേഴ്സസിന് ഇഷ്ടം പോലെ ജോലി സാധ്യതയുണ്ട്. ഒരു ആൺകുട്ടി എന്നിരിക്കട്ടെ, നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകേണ്ടത്. നേഴ്സിംഗ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് അതിനുള്ളൊരു മനസ്സുകൊണ്ട് താല്പര്യം ഉണ്ടെന്നിരിക്കട്ടെ. മനസ്സുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ തേടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റിംഗ് ആണ്. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് പലർക്കും ഉള്ളത്. +2 ഞാൻ പഠിച്ചത് സയൻസ് അല്ല, ഹ്യൂമാനിറ്റീസ് അല്ല, കൊമേഴ്സ് ആണ്, എനിക്ക് എങ്ങനെ ഈ ഒരു നഴ്സിംഗ് സെഗ്മെന്റിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളത്. അവർക്കുള്ള കുറുക്ക് വഴിയാണ് GNM നഴ്സിംഗ്. അതായത് BSc നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ബാച്ചലർ പ്രോഗ്രാമാണ്. പക്ഷെ GNM എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇപ്പൊ GNM നഴ്സ് അല്ലെങ്കിൽ ജനറൽ നഴ്സ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയും. ഈ ജനറൽ നഴ്സിംഗിൽ BSc നഴ്സിംഗ് പഠിക്കുന്ന ഏകദേശം അത്ര തന്നെ സബ്ജക്ട്സും കാര്യങ്ങളുമാണ് പഠിക്കുന്നത്. പക്ഷെ ലഭിക്കുന്നത് നിങ്ങൾക്കൊരു ഡിപ്ലോമ സബ്ജക്റ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഈ GNM നഴ്സിംഗ് പഠിച്ച് അതിനുശേഷം ഒരു 2.5 വർഷത്തെ പോസ്റ്റ് ബേസിക് പ്രോഗ്രാം കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു BSc നഴ്സിംഗിനോട് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ GNM നഴ്സിംഗ് കഴിഞ്ഞിട്ട് പോസ്റ്റ് ബേസിക്കിന് വേണ്ടി ഇനി 2.5 വർഷം കളയണോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പോസ്റ്റ് ബേസിക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡിസ്റ്റന്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഡിസ്റ്റന്റ് പോസ്റ്റ് ബേസിക് വാലിഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് BSc നഴ്സിംഗിനോട് ഇക്വലന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചിറങ്ങാനായിട്ട് സാധിക്കും. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വിദേശ രാജ്യങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റിലേക്ക് BSc നഴ്സിംഗിന് 2 വർഷം എക്സ്പീരിയൻസ് ആണ് പലപ്പോഴും ചോദിക്കുന്നതെങ്കിൽ GNM പഠിച്ച ഒരാളുടെ കയ്യിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്ന സംടൈംസ് ചിലപ്പോൾ ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷമായിരിക്കും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഡിഫറൻസ് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നഴ്സിംഗ് പഠനത്തിന് ശേഷം എന്ത് എന്നതൊരു ചോദ്യമാണ്. നഴ്സിംഗ് പഠനത്തിന് ശേഷം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ജോലിയിൽ കയറാം, നാട്ടിൽ ജോലിയിൽ കയറാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ 1 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ നീക്കാം.
അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാവുന്നതാണ്. നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള MSc നഴ്സിംഗിന് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് MPHന് പോകാം, അല്ലെങ്കിൽ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലേക്കാണ് പോകാൻ താല്പര്യമെങ്കിൽ MHA എടുക്കാം, അല്ലെങ്കിൽ MBA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കാം. അങ്ങനെ ഒരുപാട് വാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് നഴ്സിംഗിന് ശേഷം ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലും അവൈലബിൾ ആണ്. ഈ 4 വർഷം കൊണ്ട് 8 സെമസ്റ്ററുകളിലായിട്ട് ഏകദേശം 20ഓളം സബ്ജക്റ്റുകൾ, മൊഡ്യൂളുകൾ നമുക്ക് നഴ്സിംഗിൽ പഠിക്കാനായിട്ടുണ്ട്. ഇതിൽ ചില മൊഡ്യൂളുകൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഇല്ല. നമ്മൾ പ്രധാനമായിട്ടും ഓരോ സെമസ്റ്ററിലും വരുന്ന സബ്ജക്റ്റുകൾ കൂടെ നമുക്കൊന്ന് കണ്ടുപോകാം. കാരണം നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കി വേണം ഈ ഒരു സബ്ജക്റ്റിലേക്ക് കടക്കാനായിട്ട്. ആദ്യമേ തന്നെ ഫസ്റ്റ് സെമസ്റ്ററിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ട്, അപ്ലൈഡ് അനാറ്റമി ഉണ്ട്, അപ്ലൈഡ് ഫിസിയോളജി ഉണ്ട്, അപ്ലൈഡ് സോഷ്യോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, നഴ്സിംഗ് ഫൗണ്ടേഷൻ ഉണ്ട്. സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ അപ്ലൈഡ് ബയോകെമിസ്ട്രി, അപ്ലൈഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് അവിടെ വീണ്ടും പഠിക്കാനായിട്ട് പോവുകയാണ്. അതുകൂടാതെ നഴ്സിംഗ് ഇൻഫർമാറ്റിക്സ് ആൻഡ് ടെക്നോളജിയും സെക്കൻഡ് സെമസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി തേർഡ് സെമസ്റ്ററിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് തേർഡ് സെമസ്റ്ററിലേക്ക് വരുന്നത്. തേർഡ് സെമസ്റ്ററോടുകൂടി 2ാം വർഷം ആരംഭിക്കുകയാണ്. അവിടെ അപ്ലൈഡ് മൈക്രോബയോളജി, ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻക്ലൂഡിംഗ് സേഫ്റ്റി, ഫാർമക്കോളജിയുടെ ഫസ്റ്റ് മൊഡ്യൂള്, ഫസ്റ്റ് പാർട്ട്, അതുകൂടാതെ പത്തോളജി ഫസ്റ്റ് പാർട്ട്, അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് വിത്ത് ഇന്റഗ്രേറ്റഡ് പത്തോഫിസിയോളജി ഒക്കെയാണ് തേർഡ് സെമസ്റ്ററിൽ പഠിക്കുന്നത്. ഫോർത്ത് സെമസ്റ്ററിലേക്ക് വരുമ്പോഴേക്കും തേർഡ് സെമസ്റ്ററിൽ കണ്ട ഫാർമക്കോളജിയുടെ സെക്കൻഡ് പാർട്ട്, ഫാർമക്കോളജി പാർട്ട് 2, പത്തോളജി പാർട്ട് 2 വിത്ത് ജെനറ്റിക്സ്, അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 2 വിത്ത് ഇന്റഗ്രേറ്റഡ് പത്തോഫിസിയോളജി ഇൻക്ലൂഡിംഗ് ജിറിയാട്രിക്സ്. കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് പത്തോഫിസിയോളജിയുടെ കൂടെ ജിറിയാട്രിക്സ് കൂടെ, അതായത് മുതിർന്ന വ്യക്തികളെ പറ്റിയുള്ള കാര്യങ്ങൾ, ഒരു 70 വയസ്സിന് ശേഷമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജിറിയാട്രിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇനി അതുകൂടാതെ പ്രൊഫഷണലിസം, എത്തിക്സ് തുടങ്ങിയ മൊഡ്യൂൾസും ഫോർത്ത് സെമസ്റ്ററിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി 5th and 6th സെമസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് നഴ്സിംഗ് ഏരിയാസിലേക്കാണ് 5th and 6th സെമസ്റ്റർ, അതായത് 3ാം വർഷത്തിൽ കടക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ചൈൽഡ് ഹെൽത്തിന്റെ പാർട്ട് 1, മെന്റൽ ഹെൽത്ത് നഴ്സിംഗിന്റെ പാർട്ട് 1, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിന്റെ പാർട്ട് 1. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് പാർട്ട് 1 തന്നെ എൻവയോൺമെന്റൽ സയൻസിന്, എപ്പിഡമിയോളജിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് പാർട്ട് 1 ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ, പിന്നെ അതുകൂടാതെ ഫോറൻസിക് നഴ്സിംഗിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങിയവയൊക്കെ 5th സെമസ്റ്ററിലുണ്ട്. ഇനി 6th സെമസ്റ്ററിൽ ഇതിന്റെ തന്നെ സെക്കൻഡ് പാർട്ടുകളായ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് പാർട്ട് 2, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് പാർട്ട് 2, നഴ്സിംഗ് മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ്, അതുകൂടാതെ OBG ഒബ്സ്ട്രിക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജിയുടെ പാർട്ട് 1 തുടങ്ങിയവയെല്ലാം 6th സെമസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 7th and 8th സെമ്മിലേക്ക് കടക്കുമ്പോൾ, അതായത് ഫൈനൽ ഇയറിലേക്ക് കടക്കുന്ന സമയത്ത് കുട്ടികൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് സബ്ജക്ട്സ് വിത്ത് 6 months ഓഫ് മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് ആണ് നഴ്സിംഗിന്റെ ഇപ്പോൾ പുതിയ സെമസ്റ്റർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആ 7th സെമസ്റ്ററിൽ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിന്റെ പാർട്ട് 2, പിന്നെ കൂടുതലായിട്ട് നഴ്സിംഗിൽ തന്നെ ഒരു റിസർച്ച് കരിയർ ഫോക്കസ്ഡ് ആയിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നഴ്സിംഗ് റിസർച്ച്, സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ OBG നമ്മൾ കഴിഞ്ഞ 6th സെമസ്റ്ററിൽ പഠിച്ച OBG പാർട്ട് 1ന്റെ കണ്ടിന്യൂഷൻ ആയ മിഡ്വൈഫറി, ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി പാർട്ട് 2 ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 7th സെമസ്റ്റർ വരുന്നത്. 8th സെമസ്റ്ററിൽ ഒരു മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് ആണ്, 6 months ഇന്റേൺഷിപ്പ് ആണ്. ഈ ഇന്റേൺഷിപ്പിന് അവസാനം ഈ 4 വർഷം പഠിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോളേജ് ബേസ്ഡ് ഒരു ഇവാലുവേഷൻ എക്സാമോട് കൂടിയാണ്, ഈ OSCE എക്സാമോട് കൂടിയാണ് ഈ ഒരു 8 വർഷത്തെ അല്ലെങ്കിൽ 8 സെമസ്റ്ററുകൾ അടങ്ങുന്ന 4 വർഷത്തെ ഈ ഒരു നഴ്സിംഗ് പഠനം അവസാനിക്കുന്നത്. അപ്പൊ 2026 വർഷത്തിലും ഒരുപാട് ജോലി സാധ്യതയുള്ള, ഒരിക്കലും അവസാനിക്കാത്ത ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് നഴ്സിംഗ് ചൂസ് ചെയ്തു, നിങ്ങൾക്കൊരു നല്ല കരിയർ ഉണ്ട്. ആ നല്ല കരിയറിന് വേണ്ടത് നല്ല മൈൻഡ് സെറ്റാണ്, ഹാർഡ് വർക്കിംഗ് ആയ ഒരു സ്കിൽ സെറ്റാണ്, ലീഡർഷിപ്പിലേക്ക് ഉയർന്നു നോക്കുന്ന നല്ല ചിന്താഗതിയാണ്. ഈ നല്ല ചിന്താഗതിയോടെ നിങ്ങൾ നഴ്സിംഗിനായിട്ട് തയ്യാറെടുക്കൂ. നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യൂ. രജിസ്റ്റേർഡ് നഴ്സ് ആകാനുള്ള നിങ്ങളുടെ ജേർണിയിൽ റൈസ് ടു ആർ നിങ്ങൾക്ക് ഒപ്പമുണ്ട്. താങ്ക് യു. സൈനിങ് ഓഫ്.